ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേലെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ അലീനയും കൃഷ്ണമോളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബബിത ചേച്ചി എനിക്ക് എന്നും ഓരോ ജോലി തരും. എനിക്ക് ജോലി എടുത്ത് മടുത്തു. ഒരുപാട് ജോലിയുണ്ട് ഇവിടെ. ഞാനൊരു ബിഗിനർ അല്ലേ, എനിക്ക് എന്തിനാണ് ഇത്ര ജോലിയൊക്കെ തരുന്നത് എന്ന് പറഞ്ഞ് പരാതിക്കെട്ടഴിക്കുകയാണ് കൃഷ്ണമോൾ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അതിനുള്ള പണിയൊക്കെ ഉണ്ടോ ഇവിടെ അധികം ജോലിയൊന്നുമില്ലല്ലോ. അത് അലീന ചേച്ചിക്ക്, ഞാൻ ഒരു തുടക്കക്കാരിയല്ലേ, എനിക്കിതൊക്കെ ഒത്തിരി പണിയാണ് എന്ന് പറഞ്ഞ് പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൃഷ്ണയുടെ ആവശ്യം, കൃഷ്ണയ്ക്ക് അലീനയുടെ കൂടെ കിടന്നുറങ്ങണം. അലീന പറയും, എനിക്ക് പനിയാണ്, നീ ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കും. പിന്നെ ഉറങ്ങാൻ കിടന്ന വൈജയ്ക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല. എണീറ്റിട്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി വരും. എന്നിട്ടും ദേഷ്യവും വാശിയും ഒന്നും തീരുന്നില്ല, ഉറക്കവും വരുന്നില്ല. അങ്ങനെ വൈജ എന്ത് ചെയ്യും, ഫോൺ എടുത്തിട്ട് ശിവന് ഫോൺ ചെയ്യും. അപ്പം അപ്പുറത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ശിവൻ അങ്ങനെ ഫോൺ എടുക്കും. എന്നിട്ട് ചോദിക്കും, ശിവേട്ട എന്ത് ചെയ്യുക? അപ്പോൾ ശിവൻ പറയും, ഈ മുതുപാതിരയ്ക്ക് ഞാൻ എന്ത് ചെയ്യാമെന്ന് അറിയാനാണോ നീ വിളിച്ചത്? അതൊന്നും അറിയാനല്ല ഞാൻ വിളിച്ചത് ശിവേട്ട. എന്നെ നിങ്ങൾ ഈ നരകത്തിൽ കൊടുന്നാക്കിയിട്ട് നിങ്ങൾ ആരും എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാനിവിടെ കിടന്ന് നരകിക്കുകയാണ്, എൻ്റെ മക്കൾ പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ശിവേട്ടൻ പറയും, നിൻ്റെ മക്കൾ നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവും, അതായിരിക്കും അങ്ങനെ എന്ന് പറഞ്ഞ് ശിവനും വൈജിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയും, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ഞാൻ ഉറങ്ങാതെ ഇരുന്നാൽ നിൻ്റെ പ്രശ്നം തീരുമോ എന്ന് ചോദിക്കും. അങ്ങനെ അത് പറഞ്ഞ് ശിവനും വൈജയും ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ വൈജയ്ക്ക് ദേഷ്യം കൂടി വൈജ എന്ത് ചെയ്യും, അലീനയുടെ റൂമിലോട്ട് പോകും. അപ്പോൾ റൂമിൽ എന്തൊരു ശബ്ദം കേട്ടിട്ട് അലീന എണീറ്റ് നോക്കുമ്പോൾ വൈജ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അലീന ബെഡിൽ നിന്ന് എണീക്കും. എന്നിട്ട് പറയും, വൈജ പറയും, നീ കാരണം എൻ്റെ ജീവിതം നശിച്ചു, എൻ്റെ കുടുംബം നശിച്ചു, എനിക്കുണ്ടായിരുന്ന മനസ്സമാധാനം പോയി. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അലീനയെ കുറേ നേരം കുറ്റപ്പെടുത്തും. അപ്പോൾ അലീന പറയും, ഞാൻ മാഡത്തിൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വേണമെങ്കിൽ പൊക്കോളാം എന്ന് പറയും. അപ്പോൾ വൈജ പറയും, നീ പോകാൻ വേണ്ടി നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരും, പറ നിനക്ക് എത്രയാണ് വേണ്ടത് എന്ന് ചോദിക്കും. എനിക്കൊന്നും വേണ്ട, ഞാനൊന്നും തരാതെ തന്നെ പൊക്കോളാം, പക്ഷേ ഇപ്പം എന്നോട് ഇറങ്ങി പോകാൻ പറയരുത്, കാരണം ഞാൻ വയ്യാണ്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് ദിവസം ഒരു ഇട എനിക്ക് തരണം, അത് കഴിയുമ്പോൾ ഞാൻ പൊക്കോളാം, 1-2 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനും ഉണ്ട് എന്ന് പറയും. അപ്പോൾ വൈജ പറയും, ചോദിക്കും, ശരി നീ പറഞ്ഞത് സമ്മതിച്ചു, നീ എത്ര ദിവസത്തെ ഇട വേണം നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, എനിക്കൊരു 2 ആഴ്ചത്തെ സമയം മതി, അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും പൊയ്ക്കോളാം എന്ന് പറയും. അപ്പോൾ വൈജ ആലോചിച്ചതിന് ശേഷം, ശരി, ഇത്രയും ഞാൻ ക്ഷമിച്ചില്ലേ, അപ്പോൾ ഇത്രയും ഞാൻ ക്ഷമിച്ച സ്ഥിതിക്ക് ഈ 2 ആഴ്ചത്തെ കാലാവധിയും കൂടി എനിക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്ന് വൈജ പറഞ്ഞിട്ട് വൈജ അലീനയുടെ അടുത്ത് നിന്ന് മടങ്ങിപ്പോവുകയാണ്. അലീനയ്ക്ക് കുറച്ച് കാര്യങ്ങൾ അലീന മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്നത്തെ രോഹിത്തിൻ്റെ കാര്യം ഇപ്പോഴും കുറച്ച് പ്രശ്നങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പോൾ രോഹിത്തിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ് അലീനയുടെ ഈ 2-3 കാര്യങ്ങളിൽ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അതൊരു സസ്പെൻസാണ്. ഓക്കെ, പിറ്റേ ദിവസം രാവിലെയായി, നേരം വെളുത്ത് ബബിത മുറ്റടിച്ചവരാണ്. അങ്ങനെ പത്രമൊക്കെ വന്നു. പത്രമൊക്കെ എടുത്ത് ബബിത ഒന്ന് മറിച്ചൊക്കെ നോക്കി. അപ്പോഴേക്കും നമ്മുടെ അലീന ഒരു കുളിയൊക്കെ പാസ്സാക്കി വരികയാണ്. അപ്പോൾ കൃഷ്ണമോളെ കാണും. കൃഷ്ണമോൾ പറയും, ഇപ്പോൾ ഒരു ഉഷാറൊക്കെ വെച്ചല്ലോ. അപ്പോൾ അലീന പറയും, ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചു, എനിക്ക് നല്ലൊരു ഉന്മേഷം തോന്നുന്നു, ഇനി അടുക്കളയിലൊക്കെ കയറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബബിത വന്ന് പറയും, അങ്ങനെ കയറാനൊന്നും പറ്റില്ല, ഞാൻ പറഞ്ഞല്ലാണ്ട് അടുക്കളയിൽ കയറാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അലീന, നീ എൻ്റെ നെറ്റിയിലൊന്ന് കൈവച്ച് നോക്ക്, എനിക്ക് പനിയൊന്നുമില്ല. ബബിത കൈവച്ച് നോക്കിയപ്പോൾ പനിയൊന്നുമില്ല. ബബിത പറഞ്ഞു, ശരി പനിയൊന്നുമില്ല, പക്ഷേ റെസ്റ്റ് എടുക്കണം, കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുക്കുക എന്ന് പറയും. അപ്പോൾ കൃഷ്ണയും അതിനെ സപ്പോർട്ട് ചെയ്യും. ശരിയാണ്, വയ്യാത്തതല്ലേ, കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നത്, ശരി ഞാൻ റൂമിൽ പോയിരുന്നോളാം, ബബിതയെ നീ രോഹിത്തിനോട് ഒന്ന് എൻ്റെ മുറിയിലോട്ട് വരാൻ പറയണേ എന്ന് പറയും. ശരി ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ബബിത പോയിട്ട് രോഹിത്തിനോട് പറയും, നിന്നെ ചേച്ചി വിളിക്കുന്നുണ്ട്, അലീന ചേച്ചി വിളിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് അലീനയുടെ അടുത്തേക്ക് ചെല്ലും.
ചേച്ചി എന്നെ വിളിച്ചു എന്ന് കേട്ടല്ലോ, എന്താ കാര്യം? അപ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡിൽ അലീനയും ബാലചന്ദ്രനും കൂടി ഒരു നിർണായക തീരുമാനമെടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക് യു.